നമ്മൾ യൂറോ യു എസ് ഡിയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഗോൾഡിൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വീക്കിലി അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഏരിയ നിൽക്കുകയാണ്. നമ്മൾ കുറച്ചധികം മുന്നേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഗോൾഡ് കൺസോൾട്ടേഷൻ നിന്ന് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം, അതായത് ഒരു 70 days ഒക്കെ കഴിഞ്ഞ സമയത്ത് ഗോൾഡ് ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ട് കുറച്ചുകൂടെ 70 days അല്ല, ഒരു 84 days ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മാസമായ ബ്രേക്ക്ഔട്ട് തന്നിട്ട് ആണ് ഗോൾഡ് മുകളിലേക്ക് പോയിരിക്കുന്നത്. 100 days കഴിഞ്ഞിട്ടാണ് ഗോൾഡ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഇവിടുത്തെ അനാലിസിസ് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 days കഴിഞ്ഞിട്ടാണ് ഗോൾഡ് മുകളിൽ പോയിരുന്നത്. ഇതിപ്പോൾ മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റാർട്ടായിട്ട് ഏകദേശം ഒരു 112 ദിവസമായി. അപ്പോൾ കൂടുതൽ ഇവിടുന്ന് ഈ ഒരു കൺസോൾട്ടേഷൻ ശേഷം മാർക്കറ്റ് പോയ ഒരു മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് ഒരു 400 പോയിന്റാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ ഈ ഒരു ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടാൻ പോകുന്നൊരു മൊമെൻ്റം അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലോട്ടുള്ള ഒരു അപ്പ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത്, അതായത് ഇവിടുന്ന് മാർക്കറ്റ് കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ വന്നിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കിതെല്ലാം അയച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ലോവർ ടൈം ഫ്രെയിം ഇതിലേക്ക് വരാം. നമ്മൾ ഇത് ക്ലോസ് ചെയ്തിരുന്നു. ഇവിടെ കുറച്ച് ലോവർ ടൈം ഫ്രെയിം, ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ അനാലിസിസൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഇൻ എ സൈഡ് വേസ് ട്രെൻഡ് ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഇവിടുന്നൊരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഈ മെനഞ്ഞാന്നത്തെ ദിവസം മാർക്കറ്റ് സ്ലൈറ്റ്ലി എന്താ പറയുക, അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ആൻഡ് മാർക്കറ്റ് അവിടുന്ന് ഒരു ക്ലിയർ ഡൗൺ കിട്ടിയത് ഇന്നലെയാണ്. 30 എന്ന് പറഞ്ഞ ദിവസമാണ് ഒരു ക്ലിയർ ഡൗൺ കിട്ടിയത്. പക്ഷേ ഈ ഡൗൺ കിട്ടിയ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് അപ്മെന്റ്, ഷാർപ്പ് എന്ന് പറയാൻ പറ്റില്ല, മാർക്കറ്റിലൊരു ഓർഡേഴ്സ് കിടക്കുന്ന ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് അപ്പ് ആയിക്കൊണ്ടിരുന്നത്. കാരണം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ഒന്ന് ടച്ച് ചെയ്ത് 2 ടച്ച് ചെയ്തു. അപ്പോൾ ഈ ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടെന്നാണ് ഈ ഏരിയയുടെ അർത്ഥം. ആൻഡ് ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയുടെ അടുത്ത് വന്നപ്പോഴത്തേനും മാർക്കറ്റിന്റെ 1 day ടൈം ഫ്രെയിമിലെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കായി. ആൻഡ് ഏകദേശം ആ ഏരിയയിലേക്ക് തന്നെ മാർക്കറ്റിന്റെ ഇവിടെ ഒരു റീടെസ്റ്റും വന്നു. ഈ ഒരു ഏരിയയിലൂടെ ഈ ബ്രേക്ക് ചെയ്ത ആ സപ്പോർട്ട് സീറ്റയുടെ താഴെയായിട്ട് അവിടെ ഒരു റീടെസ്റ്റും വന്നു. സോ മോസ്റ്റ് ഓഫ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റിന്റെ ഓക്കെ ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത ബൈ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ തീരാറായിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഈ ഏരിയയിൽ ക്ലോസ് ചെയ്തതുകൊണ്ട് മേ ബി 32,244 എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഞാൻ 32,55 എന്ന ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ ഒരു സാധ്യത മാർക്കറ്റ് കാണുന്നുണ്ട്. കുറച്ചൊരു ലോ ടൈം ഫ്രെയിം ആണ്. എൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിം അനാലിസിസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ ലോ ടൈം ഫ്രെയിം അനാലിസിസ് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ടൈം അനാലിസിസ് പറയുന്നത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഇൻ ഡൗൺ ട്രെൻഡ് ആണ്. നമുക്ക് ഇവിടെ വെച്ചാൽ കണ്ടിന്യൂസ്ലി ഇൻ ഡൗൺ ട്രെൻഡ് ആണ്, ഒരു ഡൗട്ടും ഇല്ല കാര്യത്തിൽ. കണ്ടിന്യൂസ്ലി ഡൗൺ ട്രെൻഡ് ആണ്. ഇനി ഒരു ബൈ സൈഡ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ ക്രോസ് ആവണം. അതായത് നമുക്ക് ടാർഗറ്റ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഏരിയ എന്നൊക്കെ പറയുന്നത് ഇതിനൊരു മുകളിലാണ്. ഈ ഒരു ഏരിയയൊക്കെയാണ് ടാർഗറ്റ് വെക്കാൻ പറ്റുന്നത്. ഈ ഒരു ഏരിയയൊക്കെയാണ് നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഏരിയ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്കറ്റ് എന്തായാലും പോയില്ല. ഈ ഒരു ഏരിയയിലേക്കായിരിക്കും മാർക്കറ്റ് പോവുക. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ചുകൂടെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 hourലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു സൈഡ് വേസ് മൂവ്മെന്റും തന്നതിന് ശേഷം മാർക്കറ്റ് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ലെവല് ക്രോസ് ചെയ്തിട്ടില്ല.
മാർക്കറ്റ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്തു. മാർക്കറ്റ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്തു. നമുക്കൊരു ബൈങ് മൊമെന്റ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലോ ടൈം ഫ്രെയിമിലേക്ക് വരാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനെ ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ചെറിയൊരു ലിക്വിഡിറ്റി ഒക്കെ ട്രോൺ ചെയ്ത് ഇവിടുന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് മാർക്കറ്റ് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ താഴെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇതിന്റെ സ്വിംഗ് ഹൈ എടുക്കണം. അതായത് ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ആ ഏരിയയിലേക്ക് റീടെസ്റ്റ് വരണം. റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ട്രേഡ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കുക. നമ്മുടെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാർക്കറ്റ് ഈ ഏരിയ മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വന്ന് താഴെ ഒന്ന് റീടെസ്റ്റ് അടിച്ച് മുകളിലേക്ക് കയറിപ്പോയി. ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി എടുത്തെന്ന് വിചാരിച്ചു. എൻട്രി എടുത്തു കഴിഞ്ഞാൽ എത്ര പോയിന്റ് കിട്ടി? മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 പോയിന്റ് കിട്ടും. മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ എന്താ, ഈ ലോങ്ങർ ടൈം ഫ്രെയിം ട്രെൻഡ് ലൈൻ അവിടെ കിടക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ലോവർ ടൈം ഫ്രെയിം ട്രെൻഡ് അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ലോവർ ടൈംസിൽ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി പിന്നെയും വരുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ലോവർ ടൈം ഫ്രെയിം ട്രേഡ് നമുക്ക് വന്ന് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതായത് ഇൻ കേസ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുകയും ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുകയും ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു 32.75 വരെയൊക്കെ പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു അനുമാനം. 32.75 വരെയൊക്കെയുള്ള ട്രേഡിലേക്ക് നമുക്ക് പോകാമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു എത്ര മൊമെന്റം കിട്ടിയെന്ന് ഒരു സാധനം പരിശോധിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇവിടെ ഇവിടുന്ന് മാർക്കറ്റിൽ ഇവിടുന്ന് ഒരു ഇത്രയും മൊമെന്റം ഇവിടെ വെച്ചുണ്ടായി. അതായത് ഈ മൊമെന്റം മാർക്കറ്റ് ഇവിടെ ക്യാപ്ചർ ചെയ്തു. ഓക്കെ, എക്സാക്ട്ലി ഈ ഒരു മൊമെന്റം ആ മൊമെന്റത്തിന്റെ തുടർച്ചയാണ്. അതായത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അതേ സെയിം സാധനം തന്നെയല്ലേ ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു മൊമെന്റം വളരെ കുറവാണ്. ഇത്രയേ ഉള്ളൂ. ആ മൊമെന്റം തന്നെയല്ലേ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ടാർഗറ്റ് കിട്ടുകയുണ്ടോ? നമുക്ക് ഈ ഒരു സാധനം ടാർഗറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അതിന് തൊട്ട് മുന്നേ ഉണ്ടായ ബിൽഡപ്പ് നോക്കിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ